നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും ഹോംസയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വലിയ കാലഘട്ടത്തിൽ ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന വീഡിയോകൾ മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അനിവാര്യമായൊരു ഗ്യാപ്പ് എടുത്തു എന്നതാണ് സത്യം. എന്നാൽ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയും മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ തിരിച്ചുവരവ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും, അതും കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ. ഹോംസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ തുടങ്ങണമെന്നാണ് ആദ്യം ആലോചിച്ചത്. രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ഇനിയുള്ള വിഷയം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എഴുത്തുകാരനും കവിയുമൊക്കെ ആയിട്ടുള്ള സാമുവൽ ജോൺസന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ സ്കൗണ്ടറൽ. ഈ കഴിഞ്ഞ മെയ് 18 കേരളത്തിന്റെ 24ാം മന്ത്രിസഭയെ 13ാം മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി നമ്മുടെ എല്ലാ നേതാവായിട്ട് ശ്രീ വി ഡി സതീശൻ, ശ്രദ്ധിക്കുക, വി ഡി സവർക്കർ അല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ആ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു വിവാദം, രാഷ്ട്രീയ വിവാദം തിരികൊളുത്തിയിരുന്നു. നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ചു കാണും. മറ്റൊന്നുമല്ല, വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതത്തെ ചുറ്റിപ്പറ്റിയാണിത്. അപ്പോൾ വന്ദേ മാതരം ദേശീയ ഗീതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമാണ്. എന്നാൽ വന്ദേ മാതരം മുഴുവനായിട്ട് ദേശീയ ഗീതമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രമാണ് വന്ദേ മാതരത്തിൽ ദേശീയ ഗീതമായിട്ട് എടുത്തിട്ടുള്ളത്. എവിടെ തുടങ്ങണമെന്നാണ് ആദ്യം ആലോചിച്ചത്. രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ഇനിയുള്ള വിഷയം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എഴുത്തുകാരനും കവിയുമൊക്കെ ആയിട്ടുള്ള സാമുവൽ ജോൺസന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ സ്കൗണ്ടറൽ. ഈ കഴിഞ്ഞ മെയ് 18 കേരളത്തിന്റെ 24ാം മന്ത്രിസഭയെ 13ാം മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി നമ്മുടെ എല്ലാ നേതാവായിട്ട് ശ്രീ വി ഡി സതീശൻ, ശ്രദ്ധിക്കുക, വി ഡി സവർക്കർ അല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ആ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു വിവാദം, രാഷ്ട്രീയ വിവാദം തിരികൊളുത്തിയിരുന്നു. നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ചു കാണും. മറ്റൊന്നുമല്ല, വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതത്തെ ചുറ്റിപ്പറ്റിയാണിത്. അപ്പോൾ വന്ദേ മാതരം ദേശീയ ഗീതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമാണ്. എന്നാൽ വന്ദേ മാതരം മുഴുവനായിട്ട് ദേശീയ ഗീതമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രമാണ് വന്ദേ മാതരത്തിൽ ദേശീയ ഗീതമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എവിടം വരെയാണ് ദേശീയ ഗീതമുള്ളത്? വന്ദേ മാതരം സുജലാം സുബലാം മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്ര ജ്യോത്സ്ന പുളകിത യാമിനി പുല്ല കുസുമിത ദ്രുമതല ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുജലാം സുബലാം മാതരം വന്ദേ മാതരം. ഇവിടം വരെ മാത്രമേ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇത് ദേശീയ ഗീതമല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 1930 ഈ വി ഡി സതീശന്റെ തൊട്ടു സൈഡിൽ നിന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്, കൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ, ഈ 3 പേരും ചേർന്ന ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ ആദ്യത്തെ 2 ഖണ്ഡികൾ മാത്രം ദേശീയ ഗീതമാക്കിയാൽ മതി എന്ന് തീരുമാനിച്ചത്. കാരണം മറ്റൊന്നുമല്ല, അതിനുശേഷം വരുന്ന ഖണ്ഡികളിലെല്ലാം ഹിന്ദു ആചാരങ്ങളിൽപ്പെടുന്ന ദൈവങ്ങളും ബിംബങ്ങളെ പറ്റിയാണ് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ ഭാരത മാതാവിനോട് ചേർത്ത് വെച്ചാണ് പ്രകീർത്തിക്കുന്നത്. ഇത് ഒരു മതേതര രാജ്യത്തിന് ചേർന്ന രീതിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നത്തെ ബോധമുള്ള, ശ്രദ്ധിക്കണം, അന്നത്തെ ബോധമുള്ള കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വം ഇത് അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് 1950 ജനുവരി 24 ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഔദ്യോഗികമായി ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. ആ വന്ദേ മാതരമാണ് ഇപ്പോൾ ഈ 2 സ്റ്റാൻസ, 2 ഖണ്ഡികൾ കഴിഞ്ഞിട്ട് മുഴുവനായി പാടി നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ കൃത്യമായിട്ട് വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ ഖണ്ഡിച്ചിരിക്കുന്നത്. ഈ 2 സ്റ്റാൻസുകൾക്ക് ശേഷം വരുന്ന വരികൾ സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും ഇന്ന് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹികൾക്ക്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ സാമുവൽ ജോൺസൺ ഇവിടെ കോട്ട് ചെയ്തത്. യഥാർത്ഥ രാജ്യസ്നേഹികൾക്ക് ഇതൊരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. എന്നാൽ
ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്ന് കാണിക്കാൻ വിമ്പ് കൊള്ളുന്ന ഒരു കൂട്ടർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. കാരണം രാജ്യം സ്നേഹിക്കപ്പെടേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ തിരിഞ്ഞു നോക്കാതെ പിന്നിൽ നിന്ന് കുത്തിവരാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മുഴുവനായിട്ടുള്ള ഈ ദേശീയ ഗീതം എന്തിനാണ് നമ്മളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുന്ന് മുഴുവനായി പാടിയത് എന്നുള്ളത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇതുവഴി പുതിയ മന്ത്രിസഭ നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത്. പുതിയ വോട്ടർമാരുടെ പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ ശ്രീ വി ഡി സതീശൻ, അതായത് കേന്ദ്ര നിയമങ്ങൾ വരെ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയങ്കനായ മുഖ്യമന്ത്രി നമ്മുടെ മതപരമായ കെട്ടുറപ്പിനെ എങ്ങനെ കാത്തു സംരക്ഷിക്കുമെന്ന് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയണം. കേരളത്തിന്റെ ഭാവി ഇനി എന്താണെന്ന് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ വേണം. എന്തായാലും സൂക്ഷ്മദർശിനിയുമായി ഹോംസൈ ഇവിടെ തന്നെ കാണും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.